പരീക്ഷാ ക്രമക്കേട് തടയൽ ബില്ലിൽ ലോക്സഭയിൽ കടുത്ത വാക്പോര്. ചർച്ചാ സമയം 10 മണിക്കൂറാക്കി ഉയർത്തി കിരൺ റിജിജു. വിദ്യാർത്ഥികളെ കണ്ണീർവാതകമെറിഞ്ഞ ഭരണകൂടമെന്ന് തൃണമൂൽ, ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയത് മോദിയെ രക്ഷിക്കാനെന്ന് അഖിലേഷ് യാദവ്. രാജ്യത്തെ പാടെയുലച്ച പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള പുതിയ നിയമ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അതിരൂക്ഷമായ വാക്പോരുകളും ഏറ്റുമുട്ടലുകളും അരങ്ങേറുന്നു. പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നിർണായക ചർച്ചകൾ നടക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ ഹാജരാകാതിരുന്നത് പ്രതിപക്ഷത്തിന്റെ കടുത്ത അമർഷത്തിന് കാരണമായി. തുടക്കത്തിൽ 6 മണിക്കൂർ മാത്രം നിശ്ചയിച്ചിരുന്ന ചർച്ച പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് കൂടുതൽ സമയം അനുവദിക്കണമെന്ന ആവശ്യത്തെയും തുടർന്ന് 8 മണിക്കൂറായും പിന്നീട് 10 മണിക്കൂർ നീളുന്ന മാരത്തൺ ചർച്ചയായി ഉയർത്തിയതായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയെ അറിയിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ നിയമ ഭേദഗതികൾ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും കണ്ണിൽ പൊടിയിടാനുള്ള വെറും തന്ത്രം മാത്രമാണെന്ന് രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധിച്ച BJP MP ബാൻസുരി സ്വരാജ് UPA ഭരണകാലത്ത് 1-2 തവണയല്ല മറിച്ച് 22 തവണയാണ് പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് രാജ്യത്ത് വിവിധ പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്നതെന്ന് പാർലമെന്റിൽ കണക്കുകൾ നിരത്തി തിരിച്ചടിച്ചു. ഇന്ത്യയിൽ പരീക്ഷാ പേപ്പർ ചോർച്ച എന്നത് കേവലം യാദൃശ്ചികമായ സംഭവമല്ലെന്നും അത് ഭരണകൂടം ഉണ്ടാക്കിയെടുത്തൊരു സ്ഥിരം വ്യവസ്ഥിതിയായി മാറിയിരിക്കുകയാണെന്നും തൃണമൂൽ കോൺഗ്രസ് MP അഭിഷേക് ബാനർജി കുറ്റപ്പെടുത്തി. പേപ്പർ ചോർച്ച വിരുദ്ധ ബില്ലിനെ പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ ഭരണപക്ഷം തങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത തീ കെടുത്താനാണ് ഇപ്പോൾ വൈകി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ കടത്താൻ വ്യോമസേന ഹെലികോപ്റ്ററുകൾ വരെ ഉപയോഗിക്കേണ്ടി വന്നത് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത പരാജയത്തിന് തെളിവാണ്. നീതി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി പ്രതിഷേധിച്ച പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർവാതകവും ലാത്തിച്ചാർജും പ്രയോഗിച്ച മോദി സർക്കാർ രാജ്യത്തെ യുവജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് സ്വർണ്ണയുഗമായല്ല, അമൃതകാലവുമല്ല, മറിച്ച് ഉത്കണ്ഠയുടെ കാലഘട്ടമാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തെ ഭാവി തലമുറയുടെ പ്രതീക്ഷകൾ തകർത്ത ഈ സർക്കാരിന് ജനങ്ങൾ നൽകുന്ന റിപ്പോർട്ട് കാർഡിലെ ഗ്രേഡ് പരാജയത്തെ സൂചിപ്പിക്കുന്ന ആകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും മോദി സർക്കാരിനെതിരെ അതിരൂക്ഷമായ കടന്നാക്രമണം നടത്തി. രാജ്യത്തെ ചെറുപ്പക്കാരുടെ ന്യായാനുസൃതമായ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻപ് രാജ്യതലസ്ഥാനത്തെ വളഞ്ഞ കർഷക പ്രക്ഷോഭത്തിന് മുന്നിൽ തോൽവി സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ഭയം കാരണം 3 കറുത്ത കാർഷിക നിയമങ്ങളും പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭരണകൂടം ഭയന്ന് വിറയ്ക്കുമ്പോൾ മാത്രമാണ് ജനകീയ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നത്. BJP ഭരണത്തിന് കീഴിൽ ഉത്തർപ്രദേശിൽ മാത്രം 10 വർഷത്തിനിടെ 20ഓളം പരീക്ഷാ പേപ്പർ ചോർച്ചകൾ നടന്നതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം അവിടെ നിയമത്തിന് കുറവല്ല, മറിച്ച് ഭരണാധികാരികളുടെ ഉദ്ദേശശുദ്ധിയില്ലായ്മയാണ് പ്രധാന പ്രശ്നമെന്നും വ്യക്തമാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തു നിന്നും ധർമ്മേന്ദ്ര പ്രധാനെ പെട്ടെന്ന് മാറ്റിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനങ്ങളുടെ കണ്ണിൽ നിന്നും രക്ഷിച്ചെടുക്കാനാണ്. അഴിമതിക്കാരായ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിറയ്ക്കാനുള്ള കഴിവാണ് ചുമതല എന്ന് തെറ്റിദ്ധരിച്ച ഭരണാധികാരികളാണ് രാജ്യം ഭരിക്കുന്നത്. രാമക്ഷേത്രത്തിലെ നിർമ്മാണ സമാഹരണ ഫണ്ടിൽ നിന്ന് പോലും പണം മോഷ്ടിച്ച കൂട്ടർക്ക് പരീക്ഷാ പേപ്പർ ചോർച്ച തടയാൻ കഴിയില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു.